എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർക്കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എവറിതിങ് ഈസ് സിമ്പിൾ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. CSEB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള 10 ഇംഗ്ലീഷ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു 10 ഇംഗ്ലീഷ് ടിപ്സുമായിട്ട് വന്നിരുന്നു. നിങ്ങൾ 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. 30,000 പേര് ആ ക്ലാസ് കണ്ടു. അതിൻ്റെ കമൻസ് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ വീണ്ടും വരുന്നില്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. അതിനേക്കാൾ സൂപ്പറായിട്ടുള്ള 10 ടിപ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ക്ലാസ്സിനേക്കാൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. CSEBയുടെ കോഴ്സ് ഗോൾഡ് ബാച്ച് എൻട്രിയിൽ ആരംഭിക്കുന്നുണ്ട്. ടീമിനോടൊപ്പം ഞാനും ഉണ്ട് ഇംഗ്ലീഷ് വിഭാഗം കൈകാര്യം ചെയ്യാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, കോഴ്സിനെ കുറിച്ച് അറിയാനുള്ള നമ്പർ അവസാനം ഞാൻ തരാം. സമയം കളയുന്നില്ല. നിങ്ങൾ വന്നിരിക്കുന്നത് ക്ലാസ്സിന് വേണ്ടിയാണ്. സൂപ്പർ ടിപ്സ്. ഒന്നാമത്തെ, വുഡ് യു മൈൻഡ് ഡാഷ് ദ ലെറ്റർ. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഒരു റിക്വസ്റ്റ് ആണ്. ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിന് നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അതായത് ഈ ലെറ്റർ നീ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? പോസ്റ്റ്, പോസ്റ്റിംഗ്, പോസ്റ്റഡ്. ആൻസർ പോസ്റ്റിംഗ് ആണ്. ടോപ്പിക്കിൻ്റെ പേര് ജെറണ്ട്. ഇനി ജെറണ്ട് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ING ഉപയോഗിക്കൂ എന്ന് പഠിച്ചു വെച്ചാൽ മതി തൽക്കാലം. ഏതൊക്കെ വാക്കാണ്? വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ, അക്കസ്റ്റമഡ് ടു. ഒന്നുകൂടെ പറയാം. വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ, അക്കസ്റ്റംഡ് ടു. ഈ പറയുന്ന പ്രയോഗങ്ങൾക്ക് ശേഷം ജെറണ്ട് ഉപയോഗിക്കണം, ING ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പോസ്റ്റിംഗ് വന്നത്. ഞാൻ ഓരോന്നിനും ഓരോ ഉദാഹരണം പറയാം, പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ. ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു. സീ യു എന്നല്ല, സീയിങ് യു. ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക. ഹീ കെയിം ഹിയർ വിത്ത് എ വ്യൂ ടു കില്ലിങ് യു. അവനിവിടെ വന്നിരിക്കുന്നത് നിന്നെ കൊല്ലാൻ വേണ്ടിയാണ്. ഒബ്ജക്റ്റഡ് ടു, എതിർക്കുക. മൈ ഫാദർ ഒബ്ജക്റ്റഡ് മീ ടു സ്മോക്കിംഗ്. സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്, സ്മോക്ക് എന്നല്ല. ഇൻസിസ്റ്റഡ് ഓൺ, നിർബന്ധിക്കുക. ഹീ ഇൻസിസ്റ്റഡ് മീ ഓൺ പ്ലേയിങ് വയലിൻ. അക്കസ്റ്റമഡ് ടു, പതിവാകുക, ശീലമാകുക. ഐ ആം അക്കസ്റ്റമഡ് ടു വാക്കിംഗ്. കണ്ടോ? അക്കസ്റ്റമഡ് ടു വാക്കിംഗ്. പഠിച്ചേ. വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ, അക്കസ്റ്റമഡ് ടു. ഈ പറയുന്ന 6 പ്രയോഗങ്ങൾക്ക് ശേഷം ING അഥവാ ജെറണ്ട് ഉപയോഗിക്കണം. എന്താണ് ജെറണ്ട്? ING ഫോം നൗണായിട്ട് ഉപയോഗിക്കുമ്പം അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്. 2, ഇറ്റ് വാസ് നോ യൂസ് ഡാഷ് മണി. ഇറ്റ് വാസ് നോ യൂസ്, പണം യൂസ് ചെയ്യുന്നതിൽ, പണം വേസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു യൂസും ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് നോ യൂസ് ഒരു പ്രയോഗമാണ്. ഇറ്റ് വാസ് നോ യൂസ് എന്ന് പറയുന്ന പ്രയോഗത്തിന് ശേഷം ജെറണ്ട് ഉപയോഗിക്കണം അഥവാ ING ഉപയോഗിക്കണം. കാര്യത്തിലേക്ക് വരാം. ടിപ്സ് കണ്ടോ? ഇറ്റ് ഈസ് നോ യൂസ് വന്നാലും ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത്, ഇറ്റ് ഈസ് വർത്ത് വലിയ 6 പ്രയോഗങ്ങൾക്ക് ശേഷം ING ഉപയോഗിക്കണം. അപ്പോൾ ഒരുമിച്ച് അങ്ങ് പഠിച്ചോ. 1ഉം 2ഉം 6 12 പ്രയോഗങ്ങൾക്ക് ശേഷം ING ഉപയോഗിക്കണം. ഉദാഹരണം കണ്ടോ? ഇറ്റ് ഈസ് നോ യൂസ് വേസ്റ്റിംഗ് മണി. ഇറ്റ് വാസ് നോ യൂസ് ഹർട്ടിങ് അതേഴ്സ്. ഇറ്റ് ഈസ് നോ ഗുഡ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇറ്റ് വാസ് നോ ഗുഡ് പ്ലേയിങ് ഫുട്ബോൾ. ഇറ്റ് ഈസ് വർത്ത് ലേണിംഗ് ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് വർത്ത് വൈൽ ലേണിംഗ് ഇംഗ്ലീഷ്. വർത്ത് വൈൽ എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ളതാണ്, യൂസ്ഫുൾ ആണ് എന്നർത്ഥം. ഓക്കെ. അപ്പം വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റഡ് ടു, അക്കസ്റ്റമഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത് വൈൽ. ഈ പറയുന്ന 6 പ്രയോഗങ്ങൾക്ക് ശേഷവും ING ഉപയോഗിക്കുക. 12 പ്രയോഗങ്ങൾക്ക് ശേഷം ING അഥവാ ജെറണ്ട് ഉപയോഗിക്കുക. ഐ ഡാഷ് മൈ ഫ്രണ്ട് എസ്റ്റർഡേ. എസ്റ്റർഡേ ഇന്നലെ. ഇന്നലെ എന്ന് പറഞ്ഞാൽ പാസ്റ്റ്. ടൈം വേർഡാണ്. ഇതാ കണ്ടോ? ടൈം വേർഡ്. V2 ഉപയോഗിക്കണം. V2 എന്ന് പറഞ്ഞാൽ മെറ്റ്. മീറ്റിൻ്റെ പാസ്റ്റ് ആണ് മെറ്റ്. മീറ്റും ഹാവ് മെറ്റ്, ഹാഡ് മെറ്റ് ഒന്നും വരത്തില്ല. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഏത് ടെൻസ് ആണെന്ന് അറിയാവോ? ടെൻസിൻ്റെ പേര് സിമ്പിൾ പാസ്റ്റ്. ഇനി നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യം അങ്ങ് പഠിച്ചു വെക്കുക. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം യെസ്റ്റർഡേ എന്നോ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത് എന്നോ, എഗോ എന്നോ, ഇൻ ചേർന്ന് വരുന്ന വർഷങ്ങളോ, ഇൻ 1947 എന്നോ, ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ, ദിസ് ഈവനിങ് ഇന്ന് വൈകുന്നേരം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളോ സെൻറ്റൻസിൻ്റെ അവസാനം തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതായത് V2 എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ 2ാമത്തെ രൂപം. ഐ ഡാഷ് ദ വർക്ക് ലാസ്റ്റ് ഫ്രൈഡേ.
അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരുമെന്ന് കമൻറ്റ് ചെയ്യണം. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, ഹാവ് കംപ്ലീറ്റഡ്, ഹാഡ് കംപ്ലീറ്റഡ്. ഒന്നുകൂടെ പറയാം. ഐ ഡാഷ് ദ വർക്ക് ലാസ്റ്റ് ഫ്രൈഡേ. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, ഹാവ് കംപ്ലീറ്റഡ്, ഹാഡ് കംപ്ലീറ്റഡ്. ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്താൽ മതി. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, എഗോ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ഇൻ ചേർന്ന് വരുന്ന വർഷങ്ങൾ, ദിസ് മോർണിംഗ് തുടങ്ങിയ പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ V2 ഉപയോഗിക്കണം. പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷിന് മാത്രമായിട്ട് എൻട്രിയിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. എൻ്റെ 3ാമത്തെ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം. ലൈവ് ക്ലാസ്സുകളിലൂടെ മൊത്തം പഠിപ്പിച്ചു തരും. 70 ദിവസം സ്റ്റഡി പ്ലാനാണ്. എല്ലാ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർക്ക് ഗുണപ്രദമാണ്. നിങ്ങളെ ഇനി ക്ഷണിച്ചില്ലെന്ന് പറയരുത്. നേരെ അടുത്തതിലോട്ട് കിടക്കുന്നു. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പാണ്. ഈസ് എ ഡാഷ് സെൻറ്റൻസ്. അസർട്ടീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പരറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. സെൻറ്റൻസ് 4 ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം. അപ്പോൾ സെൻറ്റൻസിൻ്റെ പേരൊന്ന് പഠിച്ചു തന്നാൽ മതി. ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇൻ്ററോഗേറ്റീവ്, അവസാനിക്കുന്ന എന്തിലാണെന്ന് നോക്കിയാൽ മതി. എക്സ്ക്ലമേഷൻ മാർക്ക് എവിടെങ്കിലും വന്നാൽ എക്സ്ക്ലമേറ്ററി, അവസാനം തന്നെ വരണമെന്നില്ല. ആ സെൻറ്റൻസിൽ എവിടെങ്കിലും വന്നാൽ മതി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ആദ്യം സബ്ജക്റ്റും അവസാനം ഫുൾ സ്റ്റോപ്പും വന്നാൽ അസർട്ടീവ്. എന്താണ് അസർട്ടീവ്? ഡിക്ലറേറ്റീവ് എന്നും മറ്റൊരു പേര് പറയും. ആദ്യം വെർബും അവസാനം ഫുൾ സ്റ്റോപ്പും വന്നാൽ ഇമ്പരറ്റീവ്. ഓക്കെ, ഇനി പറ. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇൻ്ററോഗേറ്റീവ്. എക്സ്ക്ലമേഷൻ മാർക്ക് സെൻറ്റൻസിൻ്റെ എവിടെങ്കിലും വന്നാൽ എക്സ്ക്ലമേറ്ററി. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ്. ഇമ്പരറ്റീവ് കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡറാണ്. ഉദാഹരണം പറയാം. വേർ ആർ യു ഗോയിങ്? ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ്ററോഗേറ്റീവ്. ആർ യു എ ടീച്ചർ? ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ്ററോഗേറ്റീവ്. ഹൗ നൈസ് ഇറ്റ് ഈസ്? എക്സ്ക്ലമേഷൻ മാർക്ക് എക്സ്ക്ലമേറ്ററി. ഓ എക്സ്ക്ലമേഷൻ മാർക്ക് ഇറ്റ് ഈസ് ബാഡ് ഫുൾ സ്റ്റോപ്പ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഇടയ്ക്ക് ഉണ്ടായിട്ട് എക്സ്ക്ലമേറ്ററി. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. രാജൻ ഈസ് എ ടീച്ചർ ഫുൾ സ്റ്റോപ്പ്. രാജൻ സബ്ജക്റ്റ് അവസാനിക്കുന്ന ഫുൾ സ്റ്റോപ്പിലോ അസർട്ടീവ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഗെറ്റ് ഔട്ട് ഫുൾ സ്റ്റോപ്പ്. കണ്ടോ? കാൾ ദ വിറ്റ്നസ് ഫുൾ സ്റ്റോപ്പ്. കാള്, ഗെറ്റ് ഇതൊക്കെ വെർബാ. പ്ലീസ് വന്നാലും പ്ലീസ് ഗിവ് മീ എ കപ്പ് ഓഫ് വാട്ടർ. പ്ലീസ് ഒരു വേർഡായിട്ട് കൂട്ടണ്ട. ഗിവ്. പ്ലീസ് ഗിവ് മീ എ കപ്പ് ഓഫ് വാട്ടർ ഫുൾ സ്റ്റോപ്പ്. ഇമ്പരറ്റീവ് സെൻറ്റൻസ്. കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, അഡ്വൈസ്. ഇനി പറ. ഇറ്റ് സബ്ജക്റ്റാ. വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പാ. ഇറ്റ് എന്തായാലും വെർബല്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി അല്ല ഇൻ്ററോഗേറ്റീവ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി ഇല്ല. പിന്നുള്ളത് അസർട്ടീവ്, ഇമ്പരറ്റീവ്. ആദ്യം കിടക്കുന്ന വേർഡ് സബ്ജക്റ്റ് ആണെങ്കിൽ അസർട്ടീവും, ആദ്യം കിടക്കുന്ന വേർഡ് വെർബ് ആണെങ്കിൽ ഇമ്പരറ്റീവ്. രണ്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത്. ഇത് ഇറ്റ് എന്ന് പറയുന്ന ഒരു പ്രോനൗണാണ്. പ്രോനൗൺ എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും, വെർബ് അല്ല. സോ ആൻസർ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇതാണ് നടക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇൻ്ററോഗേറ്റീവ്. എക്സ്ക്ലമേഷൻ മാർക്ക് എവിടെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ്, ഡിക്ലറേറ്റീവ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ്. ഇനി സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയരുത്, എളുപ്പമാർഗ്ഗമാണ്. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് റെയിൻ. ഇൻ കേസ് ഒരു കൺജങ്ഷനാണ്. ഇൻ കേസ് ഒരു കൺജങ്ഷനാണ്. എന്താണ് കൺജങ്ഷൻ? കണക്റ്റിംഗ് വേർഡ്. ആൻഡ്, ബട്ട്, ഓർ ഒക്കെ പോലുള്ളൊരു കണക്റ്റിംഗ് വേർഡ്. രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യും. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ ഇടയ്ക്ക് ഉപയോഗിക്കും. ഇൻ കേസ് അതിൻ്റെ റൂള് കേട്ടോ. ഇൻ കേസ് ഒരു പക്ഷേ എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ഒരു പക്ഷേ. ഇൻ കേസിന് ശേഷം ഇംഗ്ലീഷിൽ ഒരു മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ആയിരിക്കും. അതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. ഇൻ കേസിന് ശേഷം ഷുഡ് അല്ലാതെ മറ്റൊരു മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കത്തില്ല. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഷുഡ് റെയിൻ. ഞാൻ കുടയെടുത്തു, ഒരു പക്ഷേ മഴ പെയ്തേക്കാം. മനസ്സിലായോ? ഇൻ കേസിന് ശേഷം ഷുഡ് ഉപയോഗിക്കണം. ഇങ്ങനെ എഴുതി വെക്കണം. ഇൻ കേസ് ഒരു കൺജങ്ഷനാണ്. ഇൻ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്നർത്ഥം. ഇൻ കേസിന് ശേഷം ഷുഡ് ഉപയോഗിക്കണം, മറന്നുപോകരുത്. അടുത്തത്, ടേക്ക് കെയർ ലെസ്റ്റ് യു ഡാഷ് ഫാൾ. ലെസ്റ്റ് ഒരു ഗ്രാമാറ്റിക്കൽ വേർഡാണ്, കൺജങ്ഷനാണ് എന്ന് എത്ര പേർക്കറിയാം? ലെസ്റ്റ് അതർവൈസ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ നീ മറിഞ്ഞു വീഴും. ലെസ്റ്റിന് ശേഷം ഇംഗ്ലീഷിലൊരു സഹായക്രിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഷുഡ് ആയിരിക്കും. ലെസ്റ്റിന് ശേഷവും ഷുഡ് ഉപയോഗിക്കണം. ഒന്നുകൂടെ പറ. ഇൻ കേസിന് ശേഷവും ലെസ്റ്റിന് ശേഷവും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സഹായക്രിയ ഷുഡ് ആയിരിക്കും. പഠിച്ചു. ഇനി അതിനകത്ത് നോക്കാനൊന്നുമില്ല. ഇൻ കേസിന് ശേഷം ഓപ്ഷൻ നോക്കണം. ഓപ്ഷനകത്ത് വില്ല്, വുഡ്, ഷാള്, ഷുഡ് എന്നൊക്കെയാണെങ്കിൽ ഷുഡ് ആയിരിക്കും. ഷുഡ് അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കത്തില്ല. ഓക്കെ, എല്ലാം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട്. അടുത്തോട്ട് പോവാം. നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ലെസ്റ്റ് എന്നാൽ അതർവൈസ് എന്നാണ് അർത്ഥം. ഇതൊരു കൺജങ്ഷനാണ്. ലെസ്റ്റിന് ശേഷം ഷുഡ് ഉപയോഗിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാർഡ്ലി ഹാഡ് ഹി ഫിനിഷ്ഡ് ദ എക്സാം ഡാഷ് ദ ബെൽ റാങ്. ഹാർഡ്ലി ഹാഡ് ഹി ഫിനിഷ്ഡ് ദ എക്സാം ഡാഷ് ദ ബെൽ റാങ്.
ഹാർഡിലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറയും നെഗറ്റീവ് വേർഡാണെന്ന്. ശരിയാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയാം. ഹാർഡിലി സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതൊരു കൺജങ്ഷനാണ്. തുടക്കത്തിലും കൺജങ്ഷൻ വരും. ഇതിനെ കോറിലേറ്റീവ് കൺജങ്ഷൻ എന്നാണ് പറയുന്നത്. എന്തോ കോറിലേറ്റീവ്? രണ്ടെണ്ണം ഉള്ളത്. ഇപ്പോൾ രണ്ടെണ്ണോടെ ചേരുമ്പോഴാണ് ഒരെണ്ണം ആവുന്നത്. നെയ്തർ നോർ ഇങ്ങനെ വരത്തില്ലേ? അപ്പോൾ ഹാർഡിലിക്ക് ഒരു കോറിലേറ്റീവ് കാണും. ഹാർഡിലിയുടെ കോറിലേറ്റീവ് വെന്ന. അപ്പോൾ എന്തുവാ പഠിക്കണ്ടേ? ഹാർഡിലിയിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ, ഒരു സെൻറ്റൻസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെന്നിൽ തുടങ്ങും. സൂണും ദാനും തെന്നും വരത്തില്ല, വെന്ന്. ഹാർഡിലി മാത്രമാണോ? അല്ല. അതാ കണ്ടോ, ഹാർഡിലി, സ്കേഴ്സിലി, ബെയർലി, റെയർലി, സെൽഡം. ഹാർഡിലി, സ്കേഴ്സിലി, ബെയർലി, റെയർലി, സെൽഡം ഇവയിലൊരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെന്നിൽ തുടങ്ങും. ഏത് വന്നാലും ഹാർഡിലിയോ, സ്കേഴ്സിലിയോ, റെയർലിയോ, ബെയർലിയോ, സെൽഡോ ഏത് വന്നാലും വെന്ന പഠിച്ചു വെക്കുക. അപ്പോൾ ഇൻകേസിന് ശേഷം ഷുഡ്, ലെസ്റ്റിന് ശേഷം ഷുഡ്, ഹാർഡിലി, സ്കേഴ്സിലി, റെയർലി, ബെയർലി, സെൽഡം ഒരു സെൻറ്റൻസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ്, അടുത്ത ഭാഗം പെന്നിൽ തുടങ്ങും. അതാ ഇങ്ങോട്ട് നോക്ക്. അടുത്ത ഭാഗം ഹാർഡിലി ഹാഡ് ഹി ഫിനിഷ് ദ എക്സാം വെൻ ദ ബെൽ റാങ്. അർത്ഥം എന്താണെന്നറിയോ? എക്സാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞില്ല, അപ്പോഴേക്കും ബെല്ലടിച്ചു. നെക്സ്റ്റ് നോ സൂണർ ഡിഡ് ഹി റീച്ച് ഹോം ഡാഷ് ഐ ഫെൽ അസ്ലീപ്. നോ സൂണർ ഒരു നെഗറ്റീവ് വേർഡാണ്. നോ സൂണർ ഒരു കൺജങ്ഷൻ ആണ്, കണക്റ്റിംഗ് വേർഡാണ്. നോ സൂണർ ഒരു കോറിലേറ്റീവ് ആണ്. കാരണം നോ സൂണറിന് കൊണ്ടൊരു കോറിലേറ്റീവ്. നെയ്തറിന് നോർ ഉള്ളതുപോലെ, ഹാർഡിലിക്ക് വെൻ ഉള്ളതുപോലെ, നോട്ടുള്ളയ്ക്ക് ബട്ട് ആൾസോ ഉള്ളതുപോലെ, നോ സൂണറിന് ദാൻ. നോ സൂണർ വന്നാൽ അടുത്ത ക്ലോസ് ദാനിൽ തുടങ്ങും. ഹാർഡിലി വന്നാൽ വെൻ വരുമെങ്കിൽ നോ സൂണറിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെന്നിൽ, ദാനിൽ തുടങ്ങും. നോ സൂണർ വന്നാൽ ദാന. ഇനി എന്താണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം? നോ സൂണർ ഡിഡ് ഹി റീച്ച് ഹോം ദാൻ ഐ ഫെൽ അസ്ലീപ്. അവൻ വീട്ടിലെത്തിയില്ല, അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയിരുന്നു എന്നാണ്. നെക്സ്റ്റ് ഐ ലുക്ക്ഡ് ഡാഷ് ദ നമ്പർ ഇൻ ദ ടെലിഫോൺ ഡയറക്ടറി. ലുക്ക് എന്ന് പറയുന്ന വാക്ക് ഒരു വെർബാണ്. ലുക്കിൽ തുടങ്ങുന്ന ഒരുപാട് ഫ്രേസൽ വെർബും ഉണ്ട്. ലുക്ക് നോക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ലുക്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റ, ലുക്ക് അറ്റ്. നിങ്ങൾ പറയുന്നത് ലുക്ക് അറ്റ് മീ, വാച്ച് മീ, ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് ദ ബോർഡ്, ബോർഡിലേക്ക് നോക്കൂ എന്ന് പറയും. ബാക്കി എല്ലാ ഫ്രേസൽ വെർബാണ്. ഇവിടെ ലുക്കപ്പ്. ടെലിഫോൺ ഡയറക്ടറിയിൽ നമ്പർ നോക്കാൻ പറയുമ്പോൾ ലുക്കപ്പ്. എന്തുകൊണ്ട് ലുക്കപ്പ്? എന്തുകൊണ്ട് ലുക്ക് അറ്റ് വന്നില്ല? അതാ കണ്ടു, ലുക്കിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ കണ്ടു. ഇവിടുന്ന് തുടങ്ങ്. ലുക്കറ്റ് കണ്ണുകൊണ്ട് നോക്കുക, ലുക്ക് അറ്റ് മീ. ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ വാച്ച്, ലുക്ക് അറ്റ്. ഇനി അടുത്ത ലുക്ക് ഫോർ. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നീ എന്താണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ എന്താണ് തിരയുന്നത്. ആ നോട്ടം തിരയുക. നീ എന്നെ നോക്കൂ എന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് മീ. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ നീ എന്താണ് നോക്കുന്നത്, നീ എന്താണ് തിരയുന്നത്. സെർച്ച് എ പേഴ്സൺ ഓർ എ തിങ്. ഒരു വ്യക്തിയെ, ഒരു സാധനത്തെ അന്വേഷിക്കുക. തീർന്നില്ല. ലുക്ക് ആഫ്റ്റർ. വയസ്സാം കാലത്ത് ആരാണ് നിന്റെ അച്ഛനെയും അമ്മയെ നോക്കുന്നത്? ഹൂ വിൽ ലുക്ക് ആഫ്റ്റർ യുവർ പാരൻസ് വെൻ ദേ ഗെറ്റ് ഓൾഡ്. സംരക്ഷിക്കുക. ആ നോട്ടം സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. വയസ്സാം കാലത്ത് ആരാണ് നിന്റെ അച്ഛനെയും അമ്മയെ നോക്കുന്നത്? ആ ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. അടുത്ത ലുക്ക് ഇൻ ടു, എക്സാമിൻ, പരിശോധിക്കുക. നീ ഒരു കംപ്ലൈൻറ്റിങ് എഴുതിത്താ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ നോട്ടത്തിൻ്റെ അർത്ഥം പരിശോധിക്കുക. ലുക്ക് ഇൻ ടു, പ്ലീസ് ഗിവ് മീ എ റിട്ടൺ കംപ്ലൈൻറ്റ്, ഐ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ. എക്സാമിൻ, പരിശോധിക്കുക. കണ്ടോ? ലുക്ക് ഫോർവേഡ് ടു. ആരെയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നോക്കിയിരിക്കുന്നത്? ആ നോട്ടത്തിൻ്റെ അർത്ഥം കാത്തിരിക്കുക. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു. പഠിച്ചല്ലേ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ കാത്തിരിക്കുകയാണ്, എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക. ഇനി ലുക്കപ്പ്, സെർച്ച് തന്നെ. എങ്ങനെയുള്ള സെർച്ച്? ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോഴേ ലുക്കപ്പ്, ലുക്ക് ഫോർ ഉപയോഗിക്കരുത്. ടെലിഫോൺ ഡയറക്ടറിയിൽ ഒരു നമ്പർ നോക്കുന്നു, ഡിക്ഷണറിയിൽ ഒരു വേർഡ് നോക്കുന്നു, മാപ്പിൽ ഒരു സ്ഥലം തിരയുന്നു. ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ അത് ലുക്കപ്പാണ്. അതുകൊണ്ടാണ് സെർച്ച് ഫോർ എ പർട്ടിക്കുലർ ഇൻഫർമേഷൻ. ഡിക്ഷണറി, ടെലിഫോൺ ഡയറക്ടറി, മാപ്പ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഒന്നുകൂടെ പറയാം. ലുക്ക് അറ്റ്, വാച്ച്, നോക്കുക. പ്ലീസ് ലുക്ക് അറ്റ് മീ, എന്നെ നോക്കൂ. ലുക്ക് ഫോർ, അന്വേഷിക്കുക. ഐ ആം ലുക്കിംഗ് ഫോർ മൈ ഓൾഡ് ഫ്രണ്ട്, ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ തിരയുകയാണ്. ലുക്ക് ഫോർവേഡ് ടു മൈ ഫാമിലി, അല്ലെങ്കിൽ ഹൂ വിൽ ലുക്ക് ആഫ്റ്റർ യുവർ പാരൻസ്, സംരക്ഷിക്കുക, ടേക്ക് കെയർ ഓഫ്. ലുക്കിംഗ് ഫോർവേഡ് ടു ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു, നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലുക്കപ്പ്, സെർച്ച് ഫോർ എ പർട്ടിക്കുലർ ഇൻഫർമേഷൻ. ലുക്കപ്പ് ദ ഡയറക്ടറി, ടെലിഫോൺ ഡയറക്ടറി, ഡിക്ഷണറി, എക്സെട്ര. ഇനി അടുത്തത് ലുക്ക് ഇൻ ടു, എക്സാമിൻ, പരിശോധിക്കുക. ഐ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ, എക്സാമിൻ, പരിശോധിക്കുക.
മനസ്സിലായല്ലോ? ലുക്ക് അറ്റ് വാച്ച്, ലുക്കപ്പ് സെർച്ച് ഫോർ എ പർട്ടിക്കുലർ ഇൻഫർമേഷൻ. ഇനി ഇങ്ങോട്ട് നോക്ക്. ഐ ലുക്ക്ഡ് ഡാഷ് ദ നമ്പർ ഇൻ ദ ടെലിഫോൺ ഡയറക്ടറി. ടെലിഫോൺ ഡയറക്ടറിയോ മാപ്പോ ഡിക്ഷണറിയോ ഒക്കെ വന്നാൽ ലുക്കപ്പാണ്. ഓക്കെ. ഇനി അവസാനത്തെ മരണം. ഏത് മരണം? ബാഹുബലി സിനിമയ്ക്കകത്തിരിക്കുന്നത്. മരണത്തിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ഏതൊക്കെയാണ്? ഒരുപാട് പ്രിപ്പോഷൻ. ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്. സ്വന്തം കൈ കൊണ്ട് മരിച്ചു, ആത്മഹത്യ ചെയ്തു, ബൈ. കാണണ്ടായോ ബാക്കി? ഇങ്ങോട്ട് നോക്ക്. പലതരത്തിലുള്ള മരണങ്ങൾ. ഒരാൾ അസുഖം വന്നോ പ്രായമായോ മരിച്ചാൽ നോർമൽ ഡെത്താണ്, ഓഫ്. ഒരാൾ അപകടത്തിൽ മരിച്ചാൽ ഇന്ന്. ഒരാൾ അവോയ്ഡബിൾ റീസൺസ്, ഒഴിവാക്കാമായിരുന്ന കാരണങ്ങളാണ്. നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ആ മരണം ഒഴിവാക്കാമായിരുന്നു. എഴുതി വെച്ചോണം. പോവർട്ടി വന്നു കഴിഞ്ഞാൽ പട്ടിണി മൂലം മരിച്ചു. സ്റ്റാർവേഷൻ, ദാരിദ്ര്യം മൂലം മരിച്ചു. ഒബിസിറ്റി, തടി മൂലം മരിച്ചു. ഓവർ ഈറ്റിംഗ്, ഒരുപാട് ആഹാരം കഴിച്ചതിൻ്റെ മൂലം മരിച്ചു. ഡ്രൗണിങ്, ഒരു അപകട മരണം ഇതിനകത്ത് വരും. മുങ്ങി മരിച്ചു. ബേണിങ്, തീപ്പൊള്ളലേറ്റ് മരിച്ചു. ഇങ്ങനെയൊക്കെ മരിക്കുമ്പോൾ എപ്പോഴും ഡൈ ഫ്രം. ഇതൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ആ ഡ്രൗണിങ്, മുങ്ങി മരിക്കുക, ബേണിങ്, തീപ്പൊള്ളലേറ്റ് മരിക്കുക, ഓവർ ഈറ്റിംഗ് ഒക്കെ അതിനകത്ത് വരുന്നത്. ഫ്രം, അവോയ്ഡബിൾ റീസൺസ് എന്ന് പറഞ്ഞാൽ അതാ. ഡൈ ഫോർ എ കോസ്, ആർക്കെങ്കിലും വേണ്ടി മരിക്കുക, ഒരു കാരണത്തിന് വേണ്ടി മരിക്കുക. ഹി ഡൈഡ് ഫോർ ഹിസ് കൺട്രി. ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ദ സിൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. ഡൈ ബൈ, സ്വന്തം കൈ കൊണ്ട് മരിച്ചു, സൂയിസൈഡ്. സ്വന്തം കൈ കൊണ്ട് മരിക്കുവാണെങ്കിൽ അത് സൂയിസൈഡ്, ആത്മഹത്യ. ഡൈ ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഒരു ഉപകരണം വെച്ച് മരിക്കുകയാണെങ്കിൽ വിത്ത്. അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ. ഹി ഡൈഡ് വിത്ത് എ ഗൺ. വിത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗം, രണ്ട് ഉപയോഗം. വിത്തിന് രണ്ടർത്ഥമാണ്. ഒന്ന് വിത്ത് ഒപ്പം എന്നർത്ഥം, കൂടെ. കം വിത്ത് മീ, ലിവ് വിത്ത് മീ, എന്നോടൊപ്പം ജീവിക്കൂ, എന്നോടൊപ്പം വരൂ. വിത്ത്, ഒപ്പം, കൂടെ. വേറെ ഒരു ഉപയോഗം, ഉപകരണങ്ങൾക്ക് മുമ്പിൽ വിത്ത് ഉപയോഗിക്കും. ഹി കട്ട് ദ ആപ്പിൾ വിത്ത് എ നൈഫ്. വിത്ത് എ ഡാഗർ, കടാര, കുത്തിക്കൊന്നു. വിത്ത് എ ഗൺ, കത്തി, കടാര, വാക്കത്തി, പിച്ചാത്തി, കോടാലി, പേന, പെൻസിൽ, ഇങ്ങനെയൊക്കെ വരുന്ന ഏത് ഉപകരണങ്ങൾക്ക് മുമ്പിലും വിത്ത് ഉപയോഗിക്കും. പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ഹി റോട്ട് ദ ലെറ്റർ. അവൻ ആ കത്തെഴുതി. ഡാഷ് എ പെൻ എന്ന് പറയുമ്പം വിത്ത് എ പെന്ന. എന്നാൽ ഇതേ ചോദ്യം ഡാഷ് ബ്ലൂ ഇങ്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക്, അല്ലെങ്കിൽ റെഡ് ഇങ്ക്, അല്ലെങ്കിൽ വെറു ഇങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന. മഷിയിൽ എഴുതിയെന്നും പേന കൊണ്ട് എഴുതിയെന്നാണ് പറയുന്നത്. അതും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഹി റോട്ട് ദ ലെറ്റർ വിത്ത് എ പെൻ. ഹി റോട്ട് ദ ലെറ്റർ ഇൻ ബ്ലൂ ഇങ്ക്. ഇന്ന പ്രിപ്പോഷൻ ഉപയോഗിക്കുന്നത്. എല്ലാം പഠിച്ചു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ ഒരെണ്ണം ചോദിക്കാം. ഹി ഡൈഡ് ഡാഷ് ന്യൂമോണിയ, ഓഫ്. ഹി ഡൈഡ് ഡാഷ് ഓൾഡ് ഏജ്, ഓഫ്. ഹി ഡൈഡ് ഡാഷ് എ പ്ലെയിൻ ക്രാഷ്. പ്ലെയിൻ ക്രാഷ്, കാർ ആക്സിഡൻറ്റ്, ബസ് ആക്സിഡൻറ്റ്, ഇന്ന്. ഹി ഡൈഡ് ഡാഷ് സ്റ്റാർവേഷൻ. ഫ്രം, ഹി ഡൈഡ് ഡാഷ് ഹിസ് കൺട്രി. എ സോൾജിയർ ഡൈഡ് ഡാഷ് ഹിസ് കൺട്രി. രാജ്യത്തിന് വേണ്ടി, ഫോർ. ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. സ്വന്തം കൈ കൊണ്ട് മരിച്ചു. മനസ്സിലായല്ലോ? കഴിഞ്ഞു. ആദ്യം തൊട്ട് മൊത്തം ടിപ്സും പറയാൻ പോവുകയാണ്, കേട്ടോണം. എല്ലാ ടിപ്സും പറഞ്ഞ് നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്, കേൾക്കുക. എന്താണ്? വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ. പ്രയോഗങ്ങൾക്ക് ശേഷം ING ഉപയോഗിക്കണം. നെക്സ്റ്റ്, ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ പറയുന്നുണ്ട്, എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് വാസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് വാസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത് വൈൽ. ഈ പ്രയോഗങ്ങൾക്ക് ശേഷം ING ഉപയോഗിക്കണം. ജെറണ്ട്. യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, എഗോ, ഇൻചേർന്ന് വരുന്ന വർഷങ്ങൾ, ദിസ് മോർണിംഗ് തുടങ്ങിയ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം വന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ V2 എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ രണ്ടാമത്തെ രൂപം. ഈറ്റിന് ഏറ്റ്, കമ്മിന് കെയിം, ഗോയ്ക്ക് വെൻറ്റ്. ഇതാണ് സാധനം. ഒരു സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഇൻ്ററോഗേറ്റീവ്. എവിടെങ്കിലും എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ്, ഡിക്ലറേറ്റീവ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ്. ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഡോണ്ട് സ്മോക്ക് ഇത് ഏത് സെൻറ്റൻസ് ആണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഫുൾ സ്റ്റോപ്പ്. ഡു വെർബ അവസാനിക്കുന്ന ഫുൾ സ്റ്റോപ്പിലാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ്, ഇൻ കേസ് ഒരു കൺജങ്ഷൻ ആണ്. ഇൻ കേസ് ഒരുപക്ഷേ എന്നർത്ഥം. ഇൻ കേസിന് ശേഷം ഇംഗ്ലീഷിൽ ഷുഡ് അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കത്തില്ല. സഹായക്രിയ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഷുഡ് ആയിരിക്കും. ലെസ്റ്റ് ഒരു കൺജങ്ഷൻ ആണ്. ലെസ്റ്റിൻ്റെ അർത്ഥം അതർവൈസ് എന്നാണ്. ലെസ്റ്റ് അതർവൈസ് അല്ലെങ്കിൽ എന്നാണ്. ലെസ്റ്റിന് ശേഷം ഇംഗ്ലീഷിൽ ഷുഡ് അല്ലാതെ മറ്റൊരു സഹായക്രിയ ഉപയോഗിക്കത്തില്ല. നെക്സ്റ്റ്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം ഇവയിലൊരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെനിൽ തുടങ്ങും.
ഓക്കെ, അവിടെ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡോ ഒക്കെ കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയും. നോ സൂണർ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്, നെഗറ്റീവ് ആണ്. അതിലൊരു ക്ലോസ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലോസ് ദാൻ. അപ്പം നോ സൂണർ ദാൻ ഉപയോഗിക്കണം. നെക്സ്റ്റ് ലുക്ക് ചേർത്ത് വരുന്നത്. ലുക്ക് അറ്റ് വാച്ച് ആണ്. ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ഓഫ് സംരക്ഷിക്കുക. ലുക്ക് ഫോർ ടു എക്സ്പെക്ട് പ്രതീക്ഷിക്കുക. ലുക്ക് ഫോർ സെർച്ച് എ പേഴ്സൺ ഓർ എ തിങ് അന്വേഷിക്കുക. ലുക്ക് ഇൻ ടു എക്സാമിൻ പരിശോധിക്കുക. ലുക്ക് അപ്പ് സെർച്ച് ഫോർ എ പർട്ടിക്കുലർ ഇൻഫർമേഷൻ. ടെലിഫോൺ ഡയറക്ടറി, ഡിക്ഷണറി ഒക്കെ വരുമ്പോൾ ലുക്ക് അപ്പ് ആണ്. ഡൈഡ്, പ്രായമായോ അസുഖം വന്നോ മരിച്ചാൽ ഓഫ്, ആക്സിഡന്റ് മരിച്ചാൽ ഇന്ന്, അവോയ്ഡബിൾ റീസൺസ് ആയ പോവർട്ടി, സ്റ്റാർവേഷൻ, ഒബീസിറ്റി, ഓവർ ഈറ്റിംഗ്, ഡ്രൗണിങ്, ബേണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫ്രം, ഒരു കാരണത്തിന് വേണ്ടി മരിച്ചാൽ അത് ഫോർ, സ്വന്തം കൈകൊണ്ട് മരിച്ചാൽ അത് ബൈ, ഉപകരണങ്ങൾ വന്നാൽ അത് വിത്ത്. ഓക്കെ, കോഴ്സിനെ കുറിച്ച് CSCB-യുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 773612122215 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സൂപ്പർ ക്ലാസ്സുകളാണ്. ഇംഗ്ലീഷൊക്കെ നല്ല കിണ്ണം കാഴ്ചയായിട്ട് പഠിപ്പിക്കാം. പിന്നെ എൻ്റെ സ്പെഷ്യൽ ബാച്ച് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ജോയിൻ ചെയ്യണം. അടുത്ത ബാച്ച് ഉടനെ തുടങ്ങുന്നുണ്ട്, ഈ മാസം അവസാനം. എല്ലാ മാസവും അവസാനമാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, ഓരോ ബാച്ച് വരുന്നുണ്ട്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. തീർച്ചയായിട്ടും ക്ലാസ് കണ്ടവർ, അന്ന് നിങ്ങൾ 100ഓളം കമൻസ് ഉണ്ടായിരുന്നു, വളരെ സന്തോഷമുണ്ട്. 30,000 പേര് അത് കണ്ടു, ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഒരു ക്ലാസ് ആക്കി നിങ്ങളിത് മാറ്റണം. ക്ലാസ് കണ്ടവർ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെയുള്ള ടോപ്പിക്കാണ്, എങ്ങനെയുള്ള ക്ലാസ്സിലാണ്, ടിപ്സ് ക്ലാസ്സുകളാണോ അതോ ടോപ്പിക്കാണോ, എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടെ കമൻറ്റ് ചെയ്യുക. ഒരു 2 സെൻറ്റൻസിൽ കുറയാതെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ഞാൻ വായിച്ചു നോക്കും, അതിനനുസരിച്ച് ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.